ഞാൻ വചനത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നെ ചിന്തിപ്പിച്ച ഒരു വചനം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. യാക്കോബ് 2:19-20. ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുക്കൾ അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? ഈ ഒരു വാക്യം എന്നിലെ എന്റെ ചിന്തയിൽ പെട്ടെന്ന് എന്നെ പിടിച്ച് കുലുക്കിയ ഒരു സംഭവം ഉണ്ടായി. ഞാൻ വിവാഹത്തിന് മുമ്പ് BEdന് പഠിക്കുന്ന സമയമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ടീച്ചിങ് പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു മാസം നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് മാറി വേറെ സ്കൂളിൽ പോയി കുട്ടികളെ പഠിപ്പിക്കുക, ട്രെയിനിങ്. അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോ എന്നെ പഠിപ്പിക്കുന്ന ടീച്ചർ നമ്മുടെ ക്ലാസ് വന്ന് അറ്റൻഡ് ചെയ്യും. നമ്മളെങ്ങനെ ക്ലാസ് എടുക്കുന്നു നോക്കും, അതിനെക്കുറിച്ച് ഒരു റിമാർക്ക് എഴുതും. ആ റിമാർക്ക് എഴുതുന്ന ഒരു ബുക്ക് ഉണ്ട്, അത് വളരെ കോൺഫിഡൻഷ്യൽ ആണ്. അപ്പൊ എന്റെ മിസ് എന്റെ ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോ ഞങ്ങള് എല്ലാ കുട്ടികളും പല സ്കൂളിലേക്കാണ് വിടുന്നത്. അപ്പൊ എന്റെ ക്ലാസ് എടുത്തു, ആ റിമാർക്ക് എന്തോ എഴുതിയെന്നൊന്നും അറിയില്ല. അത് കഴിഞ്ഞ് അടുത്ത സ്കൂളിലേക്ക് ആ മിസ് പോയി. അവിടെ എത്തിയപ്പോഴാണ് മിസ്സിന് തെറ്റ് പറ്റിയത്. മിസ്സിന്റെ ബുക്ക്, ആ കോൺഫിഡൻഷ്യൽ ആയിട്ട് ഉപയോഗിക്കുന്ന ആ ബുക്ക് ഞാൻ പഠിപ്പിച്ചത് ആ സ്കൂളിൽ മറന്നു വെച്ചുപോയി. മിസ് ഭയങ്കരമായിട്ട് വെപ്രാളപ്പെട്ടു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ വളരെ വെപ്രാളപ്പെട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എന്റെ ഹോസ്റ്റലിൽ പഠിക്കുന്ന ഒരു കുട്ടി ആ സ്കൂളിൽ ഉണ്ടായിരുന്ന ആ കുട്ടി പറഞ്ഞു, മിസ് പേടിക്കണ്ട, അത് ഫേബയുടെ കയ്യിൽ, അതൊരു ഹിന്ദു കുട്ടിയാണ് പറഞ്ഞു കൊടുത്തത്, അത് ഫേബയുടെ കയ്യിലവൻ കിട്ടിക്കാണുക, ഫേബ അത് ആർക്കും കാണിച്ചു കൊടുക്കില്ല, അത് കോൺഫിഡൻഷ്യൽ ആയിട്ട് തന്നെ ഫേബയുടെ കയ്യിൽ ഭദ്രമായിട്ട്. ആ ഒരു വാചകമാണ് എന്നെ വളരെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കാനിടയായത്. കാരണം ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ ഒത്തിരി ഹിന്ദു കുട്ടികളുണ്ട്. അവർ കൃത്യസമയത്ത് 6 മണിക്ക് നാമം ജപിക്കുന്നു. അത് കണ്ട് ഞാനൊക്കെ ആശ്ചര്യപ്പെട്ടു പോയിട്ടുണ്ട്. എത്ര തിരക്ക് പിടിച്ചതാണെങ്കിലും ഓടി വന്ന് ആ കൃത്യസമയത്ത് അവര് ഒരു ലജ്ജയും ഇല്ലാതെ വളരെ ഉറക്കെ നാമം ജപിക്കുന്ന കുട്ടികൾ, മുസ്ലിം കുട്ടികൾ, അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്ന കുട്ടികൾ. അതുപോലെ ക്രിസ്ത്യാനികളല്ല, അനദർ ക്രിസ്ത്യൻ ഡിനോമിനേഷനിലുള്ള കുട്ടികൾ അത് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യും. എന്നാൽ മിസ് ഇങ്ങനെ ഒരു കാര്യത്തിന്റെ മുമ്പാകെ പരിഭ്രാന്തരായപ്പോൾ ആ ഹിന്ദു കുട്ടി ഈ മുസ്ലിമിന്റെയോ ഹിന്ദുവിന്റെയോ ആരുടെയും പേരല്ല പറഞ്ഞത്, അത് എന്റെ പേരാണ് പറയാനിടയത്. അപ്പോ അവരുടെ കണ്ണിൽ തന്നെ നമ്മള് വളരെ വ്യത്യസ്തരാണ് അവർക്ക് ബോധ്യ. അവരെ വിളിക്കുന്ന ദൈവം അവരെത്ര ഭക്തിയാണെന്നോ ഒന്നുമല്ല, ഞാൻ വളരെ വ്യത്യസ്തയായിരിക്കണം, ഞാൻ വളരെ വ്യത്യസ്തയാണെന്ന് അവര് തന്നെ നമ്മളെ നോക്കിക്കാണുകയാണ്. ഈ ഒരു ഭാഗമാണ്. അപ്പൊ ഞാൻ ചിന്തിച്ചു, ദൈവം ഏകനെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. നമ്മളെക്കാളും നന്നായിട്ട് പ്രവൃത്തികൾ ചെയ്യുന്നവരുണ്ട്, നന്നായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്നാൽ നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ജനമാണ്. മറ്റ് ജനങ്ങൾ നമ്മളെ വളരെ നോക്കി കാണുന്നുണ്ട്. നമുക്കറിയാം, നമ്മള് അറിയപ്പെടുന്ന പേര്, നമ്മളുടെ ലേബൽ തന്നെ വേർപാടെന്നാണ്, വേർപാടുകാരൻ. നമുക്കറിയാം, ഒരു കുടുംബത്തിലെ ഒരു ലോകപരമായിട്ട് നോക്കുമ്പോൾ വലിയ തറവാട് വീട് അല്ലെങ്കിൽ കുടുംബ മഹിമയുള്ള വീട്, ആ ഭവനത്തിലെ ഒരു മകനോ മകളോ പ്രശംസനീയമായിട്ടുള്ള ഒരു കാര്യം ചെയ്തുവെങ്കിൽ നമ്മളെല്ലാവരും പറയും, അത് ലോകപരമായിട്ടുള്ള കാര്യമാട്ടോ, ലോകക്കാര് പറയും അവൻ ഞങ്ങളുടെ കുടുംബ മഹിമ കാത്തു, അല്ലെങ്കിൽ അത് കുടുംബത്തിൽ പിറന്ന ഒരു കുട്ടിയാണ്, അതുകൊണ്ട് അങ്ങനെ. ഇനി അതേ സമയം അതേ കുടുംബത്തിൽ തന്നെ വേറൊരു കുട്ടി വളരെ മോശമായിട്ടുള്ള ഏതെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെടുവോ, അങ്ങനെ ചെയ്യുമ്പോൾ തിരിച്ചു പറയുന്നത് ആ കുടുംബത്തിന്റെ മഹിമ അവള് കളഞ്ഞു കുടിച്ചു, അല്ലെങ്കിൽ അവൻ അതിന്റെ പേരുദോഷം വരുത്തി. അപ്പൊ നമുക്ക് ഓർക്കാം, ഇത് ലോകപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിലേ പൗലോസ് പറയുന്നുണ്ട്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നത്. അങ്ങനെയുള്ള ഒരു ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ഇത്ര വലിയൊരു കുടുംബത്തിന്റെ ശ്രേഷ്ഠത കാത്തു സൂക്ഷിക്കാൻ നമ്മൾ എത്രമാത്രം കടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ മുഖാന്തരം ആ പേരിനെ കുറെ കൂടെ ശോഭ വരുത്താം, അതല്ലെങ്കിൽ ആ പേരിനെ, നമ്മുടെ കർത്താവിന്റെ പേരിനെ ദോഷം വരുത്താം. ഞാൻ 2-3 വാക്യങ്ങൾ മാത്രം ഒന്ന്
പെട്ടെന്ന് പറയാണ്. 1 തെസ്സലോനിക്ക 2:11 വാക്യം എടുക്കാൻ ഒരു 2 തന്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടപ്പാൻ തക്കണം. അതുപോലെ തന്നെ ഫിലിപ്പിയർ 1:27 അവസാന ഭാഗമുണ്ട്. ക്രിസ്തുവിന്റെ മഹത്വത്തിന് യോഗ്യമാവണ്ണം, ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പിൻ. അതുപോലെ എഫേസ്യർ 4:1 നമുക്കറിയാം, നമ്മളെ വിളിച്ച വിളിക്ക് യോഗ്യമാവണം. അപ്പോ നമ്മളുടെ ഈ ലോക ജീവിതത്തിലെ വേർപാട് എന്ന് പറയുന്ന വിഷയം പലപ്പോഴും നമുക്ക് അതൊരു ചില ചട്ടക്കൂടുകളിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന പോലെ തോന്നും. പ്രത്യേകിച്ച് സഹോദരിമാരെ, നമുക്ക് വസ്ത്രത്തിലല്ല, ആഭരണം ഇടുന്നില്ല. അപ്പൊ അതിൽ നിന്ന് അതൊരു ഭാഗം, ഒരു വേർപാടിനെ കാണിക്കുന്നത്. അതുപോലെ വചനം ഒത്തിരി അറിയാം, അതിൽ ഒത്തിരി പ്രശംസിക്കുന്ന വ്യക്തികളാണ്. വചനം അറിയുന്നത് നമ്മളെ പോലെ വചനം അറിയുന്നവരില്ല, ആര് ചോദിച്ചാലും അതിന് മറുപടി ഉണ്ട് എന്ന് പറയുന്ന വചനത്തിൽ ഒത്തിരി അറിയുന്ന വ്യക്തികൾ. അതല്ലെങ്കിൽ എല്ലാ ആഴ്ചയും കർത്തൃമേശ കൃത്യമായിട്ട് കൂടുന്നു, അപ്പം നിർത്തുന്നു. ഇതിൽ മാത്രമാണോ നമ്മുടെ വേർപാട് ഒതുങ്ങിയിരിക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നി. ഇതെല്ലാം ഞാൻ എന്നെ കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് ആ ഹിന്ദു കുട്ടി അന്ന് പറഞ്ഞപ്പോഴ് ഈ വാക്യം എൻ്റെ ഉള്ളിൽ വരുമ്പോഴേയും എൻ്റെ വേർപാടിന്റെ നിലവാരം എങ്ങനെയാണ്, ഞാൻ എത്രമാത്രം മറ്റുള്ളവരിൽ നിന്ന് വേർപാട് കാത്തു സൂക്ഷിക്കുന്നുണ്ടോ, മറ്റുള്ളവരും ഞാനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അപ്പോൾ അങ്ങനെ വന്ന ചിന്തകളിൽ നിന്ന് എനിക്ക് വേണ്ടി ചിന്തിച്ച കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്തത്. ഇന്നും ഞാനത് കാത്തുപാലിക്കാനായിട്ട് വളരെ ശ്രമിക്കുന്നു. അപ്പോ കർത്താവിന്റെ നമ്മൾ സുവിശേഷം അറിയിക്കുന്നവരാണ്, സുവിശേഷം ആണ് നമ്മളുടെ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള കാര്യം. എന്നാൽ ഈ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടക്കുക എന്നുള്ളത് വളരെ വളരെ ശ്രദ്ധാപൂർവമാണ്. എങ്കിലേ ആ സുവിശേഷത്തിന്റെ മാന്യത, ശ്രേഷ്ഠത, ബല നമ്മളാണ് കാത്തു സൂക്ഷിക്കേണ്ടത്. കാരണം ഇതേ അവസ്ഥയിൽ തന്നെ ഞാൻ BEd പഠിക്കുമ്പോൾ തന്നെ ഞാൻ ഒരു ബസ്സിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ ബസ്സിലിരുന്ന് അവര് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്തോ ചെയ്തുകൊണ്ടിരിക്കാം. ഒരു വിശ്വാസിയാണ്, അതായത് ആഭരണം ഇടാത്തതുകൊണ്ട് മനസ്സിലാകാം. അത് കണ്ട് വേറെ അവിടെ ആ തിരക്കിലും നിൽക്കുന്ന വേറൊരു സ്ത്രീ എന്ന് പറയാ, കാതിലെയും കഴുത്തിലൊക്കെ പറിച്ച് അങ്ങ് നടക്കുക എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം, നമ്മളെ മോശപ്പെടുത്തി പറയുമ്പോൾ ഒരു സമൂഹത്തിന് മൊത്തമാണ് ആ കുടുംബത്തിന്റെ, ആ വലിയ കുടുംബത്തിന്റെ ശ്രേഷ്ഠതയാണ് നമ്മൾ ഓരോരുത്തരും മുഖാന്തരം കളയുന്നത്. അപ്പോ ഈ വേർപാട് ഏതൊക്കെ രീതിയിൽ നമ്മൾ പാലിക്കുക? നമ്മുടെ പുറമെയുള്ള കുറച്ച് ഇതിൽ മാത്രമാണോ നമ്മുടെ വേർപാട് ഇരിക്കുന്നത്? വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം മറ്റുള്ളവരിൽ നിന്ന് വേർപെട്ടിരിക്കണം? കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ലോകത്തിലായിരിക്കെ, നിങ്ങൾ ലോകക്കാരായിരിക്കാതെ നമ്മൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് വളരെ ലോക മക്കളുമായിട്ട് എന്നും ഇഴകി ചേരുന്ന അവസ്ഥയാണ്. എന്നാൽ അതേസമയം നമ്മൾ ലോകത്ത് നിന്ന് മാറി ലോകക്കാരായിരിക്കാതെ നമ്മൾ ജീവിക്കാനായിട്ട് നോക്കണം. അപ്പൊ ഞാൻ ചില മേഖലകള്, എന്നെ ചിന്തിപ്പിച്ച ചില മേഖല, നിങ്ങൾക്കും അനവധി കാര്യങ്ങൾ, ചിന്തകൾ വരും ഇതിൽ നിന്ന്. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കുക. നമുക്ക് ഒന്നിച്ച് ഈ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാം. നമ്മുടെ ചിന്താമണ്ഡലത്തില് നമ്മള് വേർപാട് എത്രമാത്രം പാലിക്കുന്നുണ്ട്? യെശയ്യാവ് 32:8 പറയുന്നു, ഉത്തമനോ ഉത്തമ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു. പലപ്പോഴും മറ്റു ഇതര വ്യക്തികൾ, ലോകമക്കളും നമ്മളുമായിട്ട് കമ്പാരിസൺ ആണ് കേട്ടോ ഞാൻ ഇത് വരുന്നത്. അപ്പോ ലോകമക്കൾ ചിന്തിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ കുട്ടികൾ, നമ്മുടെ ഭാവിയെ കുറിച്ച് അല്ലെങ്കിൽ നാളെ കുറിച്ച് ചിന്താകുലരായി ഭാരപ്പെട്ടിരിക്കുന്നു. ലോകമക്കളും അതുപോലെ ചിന്താകുലരായിട്ട് ഭാരപ്പെടുന്നു. അപ്പൊ അവര് തമ്മിൽ എന്താ വ്യത്യാസം? നമുക്കുള്ള വ്യത്യാസം, നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഭാരം യഹോവയിൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. അപ്പൊ സത്യം പറഞ്ഞാല് നമ്മൾ പലപ്പോഴും നമ്മുടെ ഭാരം പൂർണ്ണമായിട്ടും നമ്മുടെ കർത്താവിൽ ഇട്ടിട്ട് ഈ ചിന്താകുലം ഇല്ലാത്തവരായിട്ടാണോ ജീവിക്കുന്നത്? അതോ മറ്റുള്ളവർ ചിന്തിച്ച് വിഷമിച്ച് നടക്കുന്ന പോലെയാണ് ഞാനും നടക്കുന്നത്? എന്റെ മുഖത്തെ പ്രസാദം എല്ലാം പോയിക്കൊണ്ടാണോ ഞാൻ നടക്കുന്നത്? ഞാൻ പലപ്പോഴും നിന്റെ ഭാരം യഹോവയിൽ വെച്ചുകൊള്ളുക എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഒരു പിക്ചർ, ഇപ്പൊ ഇപ്പോഴത്തെ കുട്ടികളുടെ സ്കൂൾ ബാഗുകൾ നമുക്കറിയാം, വലിയ ബാഗുകളാണ്, നിറയെ പുസ്തകങ്ങളൊക്കെ ആയിട്ട്.
അവരപ്പോ സ്കൂളൊക്കെ വിട്ട് വളരെ ക്ഷീണിതരായിട്ട് ഇപ്പൊ സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ഇവിടെ കാത്ത് അമ്മ നിൽക്കുന്നുണ്ടോ? ഈ കുഞ്ഞ് അമ്മയുടെ അരികിൽ എത്തലും ഈ ബാഗ് മൊത്തം അമ്മയുടെ കയ്യിലങ്ങ് ഇട്ടുകൊടുക്കും. പിന്നെ ആ കുഞ്ഞ് ആ ബാഗിന്റെ ഒരു വള്ളി പോലും പിടിക്കില്ല. അവൻ അത്രയും നേരം തൂങ്ങിയും സങ്കടപ്പെട്ടും നടന്നുകൊണ്ടിരുന്ന കുഞ്ഞ് പിന്നെ തുള്ളിച്ചാടിയ നടക്കുക. അവനറിയാം അവന്റെ അമ്മയ്ക്ക് ആ ബാഗ് താങ്ങാനുള്ള, അത് എത്ര ഭാരം ഉണ്ടെങ്കിലും അത് താങ്ങാൻ കഴിവുള്ള ഒരു അമ്മയാണ് എനിക്കുള്ളത്. അവൻ അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വള്ളി പിടിച്ച് അമ്മേനെ സഹായിക്കോ, ആ വള്ളിമ പിടിച്ച് അവൻ വിഷമിച്ച് നടക്കുമോ, ഒന്നുമില്ല. അപ്പൊ പൂർണ്ണമായിട്ടും അവന്റെ ആ ഭാരം ആ അമ്മയിലെടുക്കും. എനിക്ക് എപ്പോഴും ഈ വാക്യം വായിക്കുമ്പോൾ ആ ഒരു പിക്ചറാണ് എൻ്റെ ഉള്ളിൽ കൊണ്ടുപോകുന്നത്. നമ്മളും പലപ്പോഴും ഭാരം യഹോവയിൽ ഇട്ടാലും ആ ബാഗിന്റെ വള്ളിമ പിടിച്ച് വീണ്ടും ഭാരപ്പെടുന്ന പോലത്തെ ഒരു ചിന്തയാണ് എനിക്കുള്ളത്. അങ്ങനെ നമ്മള് പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ ചിന്താകുലമില്ലാത്തവരായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോ നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് മറ്റു മക്കളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ചിന്താകുലമില്ലാത്തവരായിട്ട് ഇരിക്കണം. അതേസമയം ചിന്തിക്കേണ്ടതായിട്ടുള്ള, അതുപോലെ അത് ലോകപരമായിട്ടുള്ള നമ്മുടെ പല ആവശ്യങ്ങളുടെ മുൻപാകെയാണ് നമുക്ക് ആ ചിന്തകൾ വരുന്നത്. ഇനി വേറെ ചിന്ത വരുന്നത് എന്താ? മറ്റുള്ളവരെ കുറിച്ച് ദോഷമായിട്ട്, എന്നെ കുറിച്ച് ദോഷമായിട്ട് പറയുന്നവരെ കുറിച്ച് ഞാൻ ചിലപ്പോൾ എനിക്ക് മോശമായിട്ടുള്ള ചിന്തകൾ വരും. അതെന്നെ ആകെ കാർന്നു തരും, എന്റെ സമാധാനം കെടുത്തും. എന്നെ കുറിച്ച് എന്നാൽ അവരങ്ങനെ പറഞ്ഞുല്ലോ. ഇത് ചിന്തിച്ച് ചിന്തിച്ച് എന്റെ സമാധാനം കെടുത്തും. അപ്പോ ഇതിന് പരിഹാരമായിട്ട് ഞാൻ കണ്ടത് ഉടനടി അതിനെ സ്റ്റോപ്പ് ചെയ്യാന് എനിക്ക് വേണ്ടി നന്മ ചെയ്തവരെ കുറിച്ച് ചിന്തിക്കുക. അയ്യോ, ആ സഹോദരൻ അല്ലെങ്കിൽ ആ സഹോദരി എനിക്ക് വേണ്ടി ഇത്രയും ചെയ്തു. അങ്ങനെ ചിന്തിക്കാൻ പോകുമ്പോൾ ഈ ചിന്തേനെ നമുക്ക് വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഞാൻ മാത്രമല്ല, ആരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു ആ വ്യക്തിയെ ഉടനെ സമർപ്പിച്ചങ്ങ് പ്രാർത്ഥിക്കാം. അത് എനിക്ക് ആ വ്യക്തിയോടുള്ള മനോഭാവം മാറാൻ ദൈവം ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ്. എനിക്ക് അങ്ങനെ തോന്നുന്നവരെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ എനിക്ക് അവരെ സ്നേഹിക്കാനായിട്ട് പറ്റും. അപ്പൊ കൂടുതൽ അവരെ കുറിച്ച് ദോഷമായിട്ട് ചിന്തിക്കാൻ നമുക്ക് ഇടവരരുത്. അതുപോലെ ചിന്ത വരുന്ന നമുക്കറിയാം ദോഷം വരുന്നവനെ കുറിച്ചാണ്. അപ്പൊ മാത്രമല്ല നമുക്ക് ചിന്തിക്കണം, എന്നെ കുറിച്ച് ദോഷം ചിന്തിക്കുന്നവനെ കുറിച്ച് അവനെ എനിക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും. തിരിച്ചു ചിന്തിച്ചു നോക്കിയാല് അത് വളരെ നമുക്ക് പ്രയോജനം. ഞാൻ ചെയ്യാറുള്ള കാര്യങ്ങളാ. ഞാൻ ചിലപ്പോ ഫോൺ വിളിച്ച് അവരുടെ ക്ഷേമാന്വേഷണം അന്വേഷിക്കും, പ്രാർത്ഥിച്ച്. അതുപോലെ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ, അവരുടെ നീഡി ആയിട്ടുള്ള സമയങ്ങളാണെങ്കിൽ ഉടനെ അവിടെ ചെന്ന് അവർക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് ദോഷമായി ചിന്തിക്കലിൽ നിന്നൊരു വിടുതലിന് ഉള്ള മാർഗങ്ങളാണ്. അതുപോലെ അടുത്തത് ചിന്തകൾ വരുമ്പോൾ ഉറക്കെ പാട്ടുപാടുക, സ്തോത്രം, ദൈവത്തിന് സ്തോത്രം ചെയ്ത്, ദൈവം എന്നെ നടത്തിയ വഴികൾ, ദൈവത്തിനെ സ്തുതിക്കുന്ന ഗാനങ്ങൾ, ഇതെല്ലാം പാടുമ്പോൾ നമ്മളിൽ നിന്ന് ഈ അനാവശ്യ ചിന്തകള് അതെല്ലാം നമ്മളിൽ നിന്ന് അറിയാതെ അങ്ങ് പോകും. ഇങ്ങനെ നമുക്ക് ഈ ദൈവം ഇഷ്ടപ്പെടാത്ത ചിന്തകൾ നമ്മിൽ നിന്ന് അകറ്റാനുള്ള വളരെ ഒരു പ്രായോഗികമായിട്ടുള്ള ഭാഗങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമുക്കറിയാം, റോമറിൽ പറയുന്നുണ്ട്, ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും. നമുക്കറിയാം ജഡത്തിന്റെ ചിന്ത മരണം എന്ന് പറയുമ്പോൾ മരണത്തിന്റെ അവസ്ഥ നമുക്കറിയാം. മരണം എന്ന് പറയുന്നത് എപ്പോഴും എന്താ? വ്യസനത്തിന്റെ ഒരു സന്ദർഭം, കരച്ചിലിന്റെ സന്ദർഭം, വളരെ ദുഃഖം തളം കെട്ടിയിരുന്ന സന്ദർഭം. ഇതാണ് ഒരു മരണത്തിന്റെ അവസ്ഥ. എന്നാൽ അതാണ് ജഡത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ജഡീകമായി ചിന്തിക്കുമ്പോൾ അതിന്റെ അവസാനം ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. എന്നാൽ ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവുമാണ്. നമുക്കറിയാം, ഫിലിപ്പിയർ 4:7 പറയുന്നുണ്ട് ഒരു സെറ്റ് വാക്യങ്ങൾ. ഞാൻ ഒന്നും വായിക്കുന്നില്ല. സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും സൽഗുണമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും ഇതൊക്കെയും ചിന്തിച്ചുകൊണ്ട്, ഇങ്ങനെ നമ്മുടെ ചിന്താമണ്ഡലത്തിലെ നമ്മൾ ഏറ്റവും ഉത്കൃഷ്ടമായത് ചിന്തിച്ച് നമുക്ക് ഈ നെഗറ്റീവ് ചിന്തകളെല്ലാം മാറ്റിക്കളഞ്ഞ് ദൈവമക്കളായി ശോഭയുള്ള മക്കളായിട്ട് ജീവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആ ഭാഗം ഞാൻ അങ്ങനെ വിടുന്നു. അടുത്തതായിട്ട് നമ്മുടെ വാക്കുകള്, നമ്മുടെ സംസാരം. മറ്റു മനുഷ്യർ സംസാരിക്കുന്ന അതേപോലെ തന്നെയാണ് ഞാനും സംസാരിക്കുന്നത്. മറ്റുള്ളവരെ ഒരു പ്രത്യേക വിഷയത്തിൽ വരുമ്പോൾ ദേഷ്യത്തോടെ സംസാരിക്കുമ്പോൾ അതേ അവസ്ഥയുടെ മുന്നിൽ നമ്മള് വളരെ ദൈവകൃപയോടുകൂടെ സംസാരിക്കണം. പ്രത്യേകിച്ച് നമുക്കത് സ്ത്രീകൾക്ക് അത്രയും സഹോദരിമാർക്ക് അത്രയും നമുക്ക്
ബാധകമല്ല. പൊതുവെ അങ്ങനെ പ്രശ്നങ്ങളെ നേരിടുന്നത് പുരുഷന്മാരാണ്. അതല്ലെങ്കിൽ എന്താ പറയാ സഭയിലെ കമ്മിറ്റികൾ ഇതൊക്കെ വരുമ്പോഴാണ് ശരിയായിട്ടുള്ള ഒരു ഭാവം നമുക്ക് മനസ്സിലാവുന്നത്. ആ സമയത്ത് ഒരു ദൈവ പൈതല് ദേഷ്യത്തിന് പകരം അവൻ അതെല്ലാം അടക്കി കൃപയോടുകൂടെ സംസാരിക്കുന്നതിനായിരിക്കണം. അതാണ് നമ്മൾ ആ വേർപാട് പാലിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ അടുത്തതാണ് പിറുപിറുപ്പിന്റെ വാക്കുകൾ. നമുക്കൊരിക്കലും എത്ര കിട്ടിയാലും മതിയാവുന്നില്ല. എന്ത് പിന്നെ ചെയ്യുന്നതല്ല പിറുപിറുപ്പിൽ ചെയ്യാം. നമുക്കറിയാം ഇസ്രായേൽ മക്കളിൽ ദൈവം ഏറ്റവും വെറുപ്പിച്ച ഒരു ഭാഗമാണ് പിറുപിറുപ്പ്. കർത്താവ് ദൈവം മലാഖിയിൽ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ വാക്കുകളിൽ എന്നെ മുഷിമിപ്പിക്കുന്നു. നമ്മൾ ചിന്തിച്ചു നോക്കുക, എന്റെ വാക്കുകൊണ്ട് ഞാൻ എത്ര എന്റെ ദൈവത്തിന്റെ മുഷിമിപ്പിച്ചിട്ട്. പിറുപിറുപ്പിന്റെ വാക്കുകൾ, പരാതിയുടെ വാക്കുകൾ, ഇതെല്ലാം ലോക മനുഷ്യരുടെ സ്റ്റാൻഡേർഡാണ്. എന്റെ സ്റ്റാൻഡേർഡ് അതല്ല. എൻ്റെ നിന്ന് വരേണ്ടത് എപ്പോഴും സ്തോത്രത്തിന്റെ വാക്കുകൾ. എനിക്ക് ഇല്ലായ്മയെ കുറിച്ച് വിറുവിറുക്കാനല്ല, എനിക്ക് തന്നതിനെ കുറിച്ച് സ്തോത്രം ചെയ്യാൻ. അതിൽ ഏറ്റവും ഉപരിയായിട്ടുള്ളത് ഞാനൊരു ദൈവമകളായി തീർന്നു എന്നതിലെ സ്തോത്രം ചെയ്യാൻ നമുക്ക് എപ്പോഴും കഴിയണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ എപ്പോഴും സ്തോത്രം ചെയ്യുന്നവരായിരിക്കും. എപ്പോഴും സ്തോത്രം ചെയ്യും. കാരാഗൃഹത്തിലാണെങ്കിലും അത് ഏത് നിന്നെ കൂട്ടിലടയ്ക്കുന്ന അവസ്ഥയിലാണെങ്കിലും നീ സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. അപ്പോൾ ഈ പിറുപിറുപ്പിന്റെ ഭാഗം അത് ലോകമക്കൾ ചെയ്യുമ്പോൾ നമുക്ക് സ്തോത്രത്തിന്റെ വാക്കുകൾ, നന്ദിയുടെ വാക്കുകൾ പറയാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതുപോലെ മറ്റുള്ളവരെ ഏതെങ്കിലും ഒരു രോഗിയെ കാണും, അല്ലെങ്കിൽ പ്രയാസത്തിലെത്തിക്കാൻ നമ്മൾ ചെല്ലുമ്പോൾ അധൈര്യത്തിന്റെ വാക്കുകൾ ഒരിക്കലും പറയരുത്. അത് പൊതുവേ അങ്ങനെ വരുന്നു. നമ്മൾ ചെല്ലുമ്പോ തന്നെ വളരെ മ്ലാനമായിട്ട് അവർ നോക്കുന്നു. പിന്നെ അതിനെക്കുറിച്ച് നമുക്ക് ചിലപ്പോൾ അറിയാതെ വരുന്നതാണ് നെഗറ്റീവായിട്ട്. ചിലപ്പോൾ അവർക്ക് അങ്ങനെ വന്നു, അല്ലെങ്കിൽ ഇതിങ്ങനെയാണ് അല്ലേ, ഇനിയിപ്പോ എന്താ ചെയ്യാ, ഇങ്ങനത്തെ വാക്കുകളെല്ലാം നമ്മിൽ നിന്ന് തരുന്നുണ്ട്. ഒരു ദൈവ പൈതൽ എപ്പോഴും അവൻ തന്നെ ധൈര്യമുള്ളവനായിരിക്കണം. ഇങ്ങനെയുള്ള ആളുകളുടെ അടുക്ക് പോകുമ്പോൾ നമ്മൾ തന്നെ വളരെ ധൈര്യം പ്രാപിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് കടന്നുപോയി വളരെ ദൈവകൃപയോടുകൂടെ ധൈര്യത്തിന്റെ വാക്കുകൾ പറയണം, വിശ്വാസത്തിന്റെ വാക്കുകൾ പറയണം. നമുക്കതിന് നല്ല ധൈര്യം ഉണ്ടാവണം. ഇവിടെ പൗലോസ് ആ കപ്പൽ ഛേദത്തിൽ പെട്ടപ്പോൾ ആ വാക്യം എടുത്ത് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 27-ന്റെ 22-ഉം 25-ഉം. അപ്പോസ്തല പ്രവൃത്തി 27-ന്റെ 22-ഉം 25-ഉം. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിന് അല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. അതുപോലെ 25-ാം വായിക്കാം. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടെ ഇരിപ്പിൻ. നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ധൈര്യമായിട്ട് വേണം പോകാൻ. അവിടെ ചെന്ന് ഇനി അതുപോലെ ഒരു രോഗിയുടെ കാര്യത്തിലാണെങ്കിലും ഏതെങ്കിലും പ്രശ്നത്തിന് മുമ്പാകെ നമ്മൾ ചെല്ലുമ്പോൾ അവരുടെ പ്രശ്നം പറഞ്ഞ് വിഷമിക്കുമ്പോൾ നമ്മളും അങ്ങനെയാണല്ലോ, ഇപ്പൊ എന്താ ചെയ്യാ നമ്മള് ചിലപ്പോ ആദ്യം തന്നെ ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് നമ്മൾ ആ വിശ്വാസത്തിൽ ഉറച്ചു പറയണം. കാരണം പലപ്പോഴും നമുക്കുണ്ടാവുന്ന ഒരു കാര്യമാണ്, പഴയ പിതാക്കന്മാര് ആദ്യം തന്നെ അവര് ദൈവത്തിലാണ് എല്ലാ പ്രശ്നങ്ങൾക്കും ആശ്രയിച്ചത്. ഇന്ന് നമ്മുടെ സമൂഹം വളർന്നു, നമുക്ക് ഡോക്ടേഴ്സായി, വക്കീലന്മാരായി, മറ്റു കാര്യങ്ങളായി. അപ്പൊ ആദ്യം നമ്മൾ പോകുന്നത് അങ്ങനത്തെ മനുഷ്യരിലേക്കാണ്. എന്നിട്ട് എല്ലാം കറങ്ങി തിരിച്ച് എല്ലാം നിരാശ വരുമ്പോ അവസാനം പറയുന്ന വാക്കാണ്, ഇനിയിപ്പോ എന്താ ചെയ്യുക, ദൈവത്തിൽ ആശ്രയിക്കാന്നല്ലാണ്ട് എന്താ ചെയ്യുക. അപ്പൊ അത് എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ള ഒരു വിഷയം. അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യം ദൈവത്തിൽ വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് അവരെ ഉറപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് നമ്മുടെ ചുമതല. നമ്മളെല്ലാം കഴിഞ്ഞ് കിതച്ച് വിഷമിച്ച് ഒന്നിനും പറ്റാണ്ടാവുമ്പോ ഇനിയിപ്പോ ദൈവത്തിൽ ആശ്രയിക്കാന്നല്ലാണ്ട്, ദൈവം പ്രവർത്തിക്കാന്നല്ലാണ്ട് ആ വാക്കുകൾ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കരുത്. എന്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും, ദൈവമാണ് പ്രവർത്തിക്കേണ്ടത്, ആ ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത് എന്ന് പറഞ്ഞ ധൈര്യത്തോടുള്ള വാക്കുകൾ, വിശ്വാസത്തിന്റെ വാക്കുകൾ നമ്മൾ പറയാനായിട്ട് നമുക്ക് പറ്റണം. മറ്റേതെല്ലാം ലോകമക്കളുടെ വാക്കുകളാണ്, അധൈര്യത്തിന്റെ വാക്കുകൾ. അടുത്തതായിട്ട് വിമർശിക്കുന്ന വാക്കുകൾ. ഒരു ആൾക്ക് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റി, നമ്മൾ ജഡത്തിൽ ജീവിക്കുന്നവരാണ്, ആർക്കും എപ്പോ വേണമെങ്കിലും തെറ്റുപറ്റാം. ആ സമയത്ത് ലോകമക്കളാണ്, അവരെ നോക്കി കളിയാക്കുന്നു, വിമർശിക്കുന്നു. അത് ലോകമക്കളുടെ സ്റ്റാൻഡേർഡാണ്. ആ വിമർശനം എന്ന് പറയുന്നത് ആ വ്യക്തിയെ വളർത്താനല്ല, തളർത്താനാണ്, അവനെ ഇല്ലാതാക്കുന്നതാണ് വിമർശനം.
എന്നാ പ്രിയ ദൈവജനമേ, എന്നെ കേൾക്കുന്ന എല്ലാവരെയും ഞാന് നമുക്കുള്ളത് അവരെ തിരുത്തലിന്റെ വാക്കുകളാണ്. ഗലാത്യർ 6:1 അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തി നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചു. അടുത്തത് ചിലപ്പോൾ നമുക്കാവുന്നില്ല. നമ്മൾ ആ സമയത്ത് അവരെ തിരുത്തലിന്റെ വളരെ സൗമ്യതയോടുകൂടെ അവരോട് വാക്കുകൾ പറയണം. സദൃശ്യം 31 പറയുന്ന ആ സ്ത്രീയെ അവള് പറയുന്നത്, ജ്ഞാനത്തോടെ അവൾ വായ് തുറക്കുന്നു, ദയയുള്ള ഉപദേശം അവളുടെ നാവിന്മേലുണ്ട്. അപ്പൊ നമ്മുടെ വാക്കുകൾ എപ്പോഴും മറ്റുള്ളവർ ക്രിറ്റിസൈസ് ചെയ്യാനോ ഉള്ളതിനൊന്നുകൂടി പെരുപ്പിച്ച്, ഞാൻ പലതും ഉള്ള സംഭവത്തെക്കാളും പെരുപ്പിച്ച് അടുത്ത മനുഷ്യരോട് പറയുവാൻ, അങ്ങനെ വളരെ വൈഷമ്യകരമായിട്ടുള്ള പല വിഷയങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയല്ല നമ്മുടെ സ്റ്റാൻഡേർഡ്. അങ്ങനെയുള്ള വ്യക്തികൾ നേരിട്ട് പോയി അവരുടെ സൗമ്യമായിട്ട് അവരെ തിരുത്തുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളും നിൽക്കുന്നവൻ എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ. നമ്മൾ ഇതിനൊക്കെ അടുത്തത് എന്താന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് വിമർശനത്തിന്റെ വാക്കുകളെ മാറ്റി എന്താ പറയാ, ദയയുള്ള വാക്കുകൾ, ധൈര്യത്തിന്റെ വാക്കുകൾ പറയണം. അതുപോലെ നമുക്കറിയാം, പല കാര്യങ്ങളിൽ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങുമ്പോൾ നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന അനവധി വാക്കുകൾ നമുക്കറിയാം. നെഹമ്യാവിന്റെ പണി തുടങ്ങുമ്പോൾ നമ്മുടെ സൻബല്ലത്തും തോബിയാവും വളരെ നിരുത്സാഹപ്പെടുത്തി. എന്നാൽ നെഹമ്യാവ് ചെയ്തതോ തന്റെ കൂട്ടു സഹോദരന്മാരെ എല്ലാം വിളിച്ച് എല്ലാവരും ഉത്സാഹിപ്പിക്കുക. ആ നല്ല വേലയില് അന്യോന്യം ധൈര്യപ്പെടുത്തുന്നവർ, അന്യോന്യം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നെഹമ്യാവ് കാണാം. അതുപോലെ നമ്മള് എന്ത് കൂട്ടായിട്ട് ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ അതിനെ എല്ലാവരും നിരുത്സാഹപ്പെടുത്താനല്ല, പ്രോത്സാഹിപ്പിച്ച് ഒന്നിച്ചു നിൽക്കാൻ ദൈവം നമ്മളെ സഹായിക്കണം. അങ്ങനെ പ്രോത്സാഹനത്തിന്റെ വാക്കുകൾ പറയാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ നമ്മുടെ സംസാര വിഷയങ്ങള്, സംസാരിക്കുന്ന രീതികള്, അതുപോലെ ലോക വിഷയങ്ങളാണോ കൂടുതൽ ഞാൻ പറയപ്പെടാൻ ഇഷ്ടപ്പെടുന്നത്? അത് ആത്മീക വിഷയങ്ങളാണോ? ലോക മനുഷ്യർ പറയുന്ന സ്റ്റാൻഡേർഡിലാണ് ഞാൻ സംസാരിക്കണേ? നമുക്കിതെല്ലാം നമ്മെ തന്നെ വിലയിരുത്താം. നിങ്ങൾക്ക് തന്നെ ഇനി അനവധി കാര്യങ്ങൾ ചിന്തിക്കാം. അപ്പൊ നമ്മുടെ സംസാരം മറ്റുള്ളവരുടെ സംസാരത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കണം. അതിലൊരു വേർപാട് നമ്മൾ കാണിക്കണം. അടുത്തത് പ്രവൃത്തിയിൽ നമുക്ക് വരുന്നത്, ഒരിക്കലും ഒരു ലോക മനുഷ്യൻ പൊതുവെയുള്ള കാര്യം ഞാൻ പറയുന്നത്, അത് നമ്മുടെ കുടുംബത്തിനും തനിക്കും തന്റെ കുടുംബത്തിനും വേണ്ടി അനേകം അധ്വാനിക്കുന്നു. അവരെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അവരവരുടെ മക്കളെ വളർത്തുന്നു, മക്കളെ വലുതാക്കുന്നു, അവർക്ക് വേണ്ടി എന്തുമാത്രം ചെലവാണ്. എന്നാൽ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുവാനുള്ള സമയമോ ഒന്നും അവർക്ക് കിട്ടുന്നില്ല. ഒരു ആത്മീകനായിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവൻ തയ്യാറാവണം. നമുക്ക് സൽപ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ നമുക്കതൊരു വലിയ ഇതുണ്ട്. എന്നാൽ തന്നെയും രക്ഷിക്കപ്പെട്ട വേർപെട്ട എല്ലാവരും, നമുക്കതിന്റെ ഒരു കീവേഡാണ് എഫേസ്യർ 2:10. നാം സൽപ്രവൃത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്. നാം ചെയ്തു പോകേണ്ടതിന് ദൈവം അതിനെ മുന്നൊരുക്കിയിരിക്കുന്നു. അതുപോലെ സൽപ്രവൃത്തികളുടെ കുറച്ച് വേദഭാഗങ്ങൾ, അതിന്റെ ഇമ്പോർട്ടൻസ് പറയാൻ വേണ്ടി മാത്രം. 1 കൊരിന്ത്യർ 10:24. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം അന്വേഷിക്കും. അടുത്തത് തീത്തോസ് 2:14. തീത്തോസ് 2:14. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ളൊരു സ്വന്തം ജനമായിട്ട്. അടുത്തത് തീത്തോസ് 3:1. സൽപ്രവർത്തികൾക്ക് ഒരുങ്ങിയിരിക്കുക. പിന്നെ തീത്തോസ് 3:8. സൽപ്രവർത്തികളിൽ ഉത്സാഹികളായിരിക്കാം. പിന്നെ 3:14. സൽപ്രവർത്തികൾക്ക് മുമ്പരായിരിക്കാം. അപ്പോ സൽപ്രവർത്തികൾക്ക് നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ്. ഇതിൽ നമ്മൾ മുന്നിട്ട് നിൽക്കണം, ഒരുങ്ങിയിരിക്കണം, ഉത്സാഹികളായിരിക്കണം. ഞാൻ ചിന്തിക്കുകയാണ്, നമ്മുടെ സഭയിൽ തന്നെ നമുക്കത് ചെയ്യാവുന്ന അനവധി ശുശ്രൂഷകളുണ്ട്. നമുക്ക് ഇപ്പോൾ തന്നെ സഹോദരിമാര്, ഇപ്പൊ ഒരു ഭവനത്തിൽ ഒരു മെയിൻ സഹോദരി അവർക്ക് സുഖമില്ലാതെ കിടക്കും, ആ വീട്ടിലെ വീട്ടമ്മ
നമ്മൾ കാണാൻ പോകുമ്പോൾ ഒരു നേരത്തെ ഒരു പൊതി ഭക്ഷണം അവർക്ക് കൊണ്ടുകൊടുത്താൽ, നമ്മൾ ചെല്ലുന്നത് അവർക്ക് പ്രാർത്ഥിച്ച് അവരെ സമാധാനിപ്പിക്കുന്നതിന്റെ ഒപ്പം തന്നെ അവരെ ആ രീതിയിൽ നമുക്ക് ചെയ്യുന്ന ഒരു ചെറിയ ശുശ്രൂഷ ചെയ്യാൻ മതി. അതുപോലെ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പം പൊതുവെ ആർക്കെങ്കിലും കൂട്ടിന് പോവുകയാണെങ്കിൽ, എനിക്ക് ആവശ്യമൊന്നുമില്ല ഒരു ആളുടെ കൂട്ടിന് പോകാന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാഗിൽ ഇപ്പോഴത്തെ നിലയിൽ ഒരു 2000 ഒക്കെ അധികമായിട്ടൊന്ന് കരുതി വെക്കും. കാരണം പോകുമ്പോ എനിക്ക് എന്തെങ്കിലും കണ്ടാലും എടുക്കാൻ. എന്നാ പ്രിയ മക്കളെ, നമ്മൾ അതുപോലെ തന്നെ നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മുടെ കയ്യിൽ ഒരു പോർഷൻ കരുതി വെക്കണം. ആരെങ്കിലും ആവശ്യക്കാരെ കണ്ടാൽ കൊടുക്കാനായിട്ട് ഞാൻ എന്റെ സുഖത്തിനോ എന്റെ ഒരു കാര്യത്തിന് കരുതുന്നത് പോലെ, എന്റെ ഭൗതിക കാര്യത്തിന് കരുതുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ കൂടെ പോകുമ്പോൾ ഒരു ആവശ്യം വന്നാൽ ഉടനെ കൊടുക്കാൻ നമ്മൾ തയ്യാറായിരിക്കും. നമുക്കറിയാം, നമുക്ക് ഒത്തിരി ഉണ്ടായിട്ട് കൊടുക്കണം എന്നല്ല, നമ്മുടെ ഉള്ളതിൽ നിന്ന് നമ്മൾ മാറ്റി വെച്ച് കൊടുക്കാൻ എപ്പോഴും നമ്മുടെ പേഴ്സിൽ അങ്ങനെ കരുതി വേണം പോകാൻ. ഞാൻ ഓർക്ക പണ്ടത്തെ മക്കതോന്യ സഭയെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് ആകെ സമ്പത്തായിട്ട് അവരുടെ കൈ മുതലായിട്ടുണ്ടായിരുന്നത് ദാരിദ്ര്യവും കഷ്ടതയായിരുന്നു. പക്ഷെ അവരുടെ ആ ദാരിദ്ര്യമാണ് അവർക്ക് ധാരാളം ഔദാര്യം കാണിപ്പാൻ ഇടയാക്കി. അപ്പോ നമ്മുടെ കൊടുക്കുന്നതിന്റെ റേറ്റ് ഒക്കെ നമ്മൾ ചിന്തിച്ചു നോക്കണം. നമ്മൾ നമ്മുടെ എല്ലാം സേഫ് ആക്കിയിട്ട്, എല്ലാം സേഫ് ആയതിനു ശേഷമാണ് നമുക്കുള്ളതിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നത്. എന്നാൽ നമ്മളുടെ ദാരിദ്ര്യം, നമ്മളെപ്പോ പോകുമ്പോൾ അതിനായിട്ട് സൽപ്രവൃത്തികൾ ഒരുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് എനിക്ക് പോയൊരു ചിന്ത, നമ്മൾ ഒരുങ്ങിയിരിക്കണം. എന്ത് ചിലപ്പോ ഒരു സ്ഥലത്ത് പോയി ആ ഭവനത്തിലെ കാര്യത്തില് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ഉടനെ അത് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഒരുങ്ങി വേണം നമ്മൾ പോകാൻ. ഇത് നമുക്ക് പടർത്താം. അത് നമ്മുടെ അയൽവാസികളിലേക്ക് പടർത്താം, നമ്മുടെ സമൂഹത്തിലേക്ക് പകർത്താം. അങ്ങനെ നമ്മൾ ആ രീതിയിൽ സൽപ്രവൃത്തികളിൽ മുമ്പരായിരിക്കാൻ ദൈവം സഹായിക്കട്ടെ. അതുപോലെ നമ്മളുടെ പ്രവൃത്തികള് പലപ്പോഴും ഈ ഭൂമിയിലെ നിക്ഷേപം കൂട്ടാനായിട്ടാണ്. ഈ ഭൂമിയിലെ നിക്ഷേപം കൂട്ടാനായിട്ട് അഹോരാത്രം പണിപ്പെടുന്നു. അതിന് മുകളിലേക്ക് വീണ്ടും വീണ്ടും വളർത്താൻ, നിക്ഷേപം കൂട്ടാനായിട്ട് ശ്രമിക്കും. നമ്മൾ നോക്കട്ടെ, ഒരു പരിധി കഴിഞ്ഞിട്ടുള്ള നിക്ഷേപങ്ങളെല്ലാം ഒന്നിനും ഉപകരിക്കുന്നു. അത് നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവിതാനുഭവങ്ങൾ നമുക്കറിയാം. അത് അടുത്ത തലമുറയ്ക്ക് വഴക്കുണ്ടാക്കാനോ അല്ലെങ്കിൽ അത് അധീനമായിട്ട് പോകാനോ ആണ് ഇത് ഉപകരിച്ചിട്ടുള്ളത്. പ്രിയ മക്കളെ, നമുക്ക് അങ്ങനെ ഒരുപാട് സ്വരൂപിക്കാനില്ല. നമ്മളിവിടെ ഓരോ മനുഷ്യർക്കും മറ്റുള്ളവർക്ക് വേണ്ടി കരുതുന്നത് സ്വർഗത്തിലേക്കുള്ള നിക്ഷേപമാണ്. നമ്മുടെ നിക്ഷേപം, നമ്മളുടെ പ്രവൃത്തികള് സ്വർഗത്തിലേക്കുള്ള നിക്ഷേപമാണ് കൂട്ടുന്നത്. അത് ഭൂമിയിലുള്ള നിക്ഷേപം വർദ്ധിപ്പിക്കാനാണോ നമ്മൾ നോക്കണേന്ന് ഒരിക്കൽ കൂടെ നമുക്ക് ചിന്തിക്കാൻ. ഇതെല്ലാം ഞാൻ എന്നെ പ്രതിയാണ് ചിന്തിക്കുന്നത്, അത് ഷെയർ ചെയ്യുന്നത് മാത്രം. അപ്പൊ ആ രീതിയിൽ നമ്മുടെ പ്രവൃത്തികളായിരിക്കാൻ ഇടയാക്കട്ടെ. സ്വർഗത്തിലേക്കുള്ള നിക്ഷേപം കൂട്ടുന്ന പ്രവൃത്തികൾ ഉണ്ടാകാൻ നമുക്ക് ഇടവരുത്തട്ടെ. അടുത്തൊരു മേഖല പ്രശംസ. മറ്റ് മനുഷ്യര് പ്രശംസിക്കുന്ന വിഷയം തന്നെയാണോ എനിക്കും പ്രശംസിക്കാനുള്ളത്? നമ്മൾ പലപ്പോഴും പ്രശംസിക്കാറുള്ള ചില മേഖല എന്താ വെച്ചാൽ എന്റെ അറിവ്, എന്റെ കഴിവ്, എന്റെ പഠിപ്പ്, അതല്ലെങ്കിൽ എന്റെ ഭർത്താവിന്റെ ജോലി, എന്റെ മക്കളുടെ ജോലി, അവരായിരിക്കുന്ന ഉന്നത സ്ഥാനം, ഇതൊക്കെ അറിയാതെ വരുന്നത് അതെല്ലാം ലോക മക്കളുടെ സ്റ്റാൻഡേർഡാണ്. അവര് പറയേണ്ട സ്റ്റാൻഡേർഡാണ് ഈ ലോകപരമായിട്ടുള്ള പ്രശംസകൾ. എന്നാൽ എനിക്ക് പ്രശംസിക്കാനുള്ളത് അതുപോലെ വേറെ പ്രശംസയാണ് മറ്റു വലിയ വലിയ മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങൾ. എനിക്ക് അവരുമായിട്ട് വലിയ ബന്ധമാണ്, ഇവരുമായിട്ട് വലിയ ബന്ധം, ഇതിലൊക്കെ നമ്മൾ വലിയ അഭിമാനം കാണുകയാണ്. എന്നാൽ ദൈവമക്കളെ, നമുക്ക് പ്രശംസിക്കാനുള്ളത് നമ്മുടെ കർത്താവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കാൻ ഇടവരുന്നത്. എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലും പ്രശംസിക്കാനായിട്ട് ഒരിക്കലും ഇടവരരുത്. 1 കൊരിന്ത്യരിലെ ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്നെ വിശേഷിപ്പിക്കുന്നത് ആർ? ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നത് എന്ത്? നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾക്ക് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് പ്രശംസിക്കാനായിട്ട് ഇടവരരുത്. എനിക്ക് ആദ്യം ഒക്കെ ഈ പൗലോസ് പറയുന്ന ഉണ്ട്, ഞാൻ എൻ്റെ ബലഹീനതകളെ പ്രശംസിക്കുന്നു. അപ്പൊ എനിക്കിത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, എങ്ങനെ ഈ ബലഹീനതകളെ പ്രശംസിക്കുന്നത്?
ബലഹീനത എന്ന് പറയുന്നത് പ്രശംസിക്കാനുള്ള ഒരു കാര്യമില്ല. നമുക്ക് സങ്കടപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ എന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ അത് പഠിച്ചു. ശരിക്കും ബലഹീനതയിൽ പ്രശംസിക്കാൻ എനിക്ക് കഴിഞ്ഞു. അത് ദൈവം എന്നെ പഠിപ്പിച്ചു. കാരണം എനിക്ക് യാതൊരു ലോകപരമായിട്ട് ഒരു കാര്യം സംസാരിക്കാനോ ഒന്നിനും എനിക്ക് അറിവില്ലായിരുന്നു. അപ്പൊ ദൈവസേനയിൽ എപ്പോഴും താണിരിക്കായിരുന്നു. അപ്പൊ 2 വാക്ക് പറയുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കൃപ കൊണ്ടാ. അപ്പൊ ഞാൻ വിചാരിച്ചു, എനിക്ക് ആ ഒരു താലന്ത്, എന്റെ ചേച്ചിയൊക്കെ സമൂഹത്തിന്റെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ ഞാനതൊക്കെ കണ്ട് കൊതിച്ചിട്ടുണ്ട്. എനിക്ക് അതൊന്നും പറ്റുന്നില്ലല്ലോ, എനിക്ക് അറിയില്ലല്ലോ, 2 വാക്ക് പറയാനുള്ള ഒരു കഴിവ് എനിക്കില്ലല്ലോ. പക്ഷേ ദൈവം ആ കഴിവില്ലായ്മയിലാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ കഴിവില്ലായ്മയാണ്. അപ്പൊ ഇന്ന് ഞാൻ എന്റെ കഴിവില്ലായ്മ ഓർത്ത് പ്രശംസിക്കാൻ പഠിച്ചു. കാരണം എന്റെ കഴിവില്ലായ്മയിൽ പ്രവർത്തിക്കുന്നത് എന്റെ ദൈവമാണ്. അപ്പൊ എനിക്ക് എന്തെങ്കിലും 2 വാക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ദൈവകൃപ മാത്രമാണ്. അപ്പോ നമുക്ക് പ്രശംസിക്കാനുള്ള, നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഇല്ലെങ്കിൽ ആ ഇല്ലാത്തതിനെ ഓർത്ത് സ്തോത്രം ചെയ്യാം. കാരണം ദൈവകൃപ അവിടെയാണ് അധികം വ്യാപരിക്കുന്നത്. ദൈവത്തിന് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ഇന്നും നിങ്ങളുടെ മുന്നിൽ ദൈവവചനമായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് സാക്ഷ്യമായിട്ട് അതാണ് പറയാനുള്ളത്. അതുപോലെ എന്റെ കർത്താവിന്റെ ക്രൂശിലല്ലാതെ നമുക്ക് പ്രശംസിക്കാൻ ഇടവരരുത്. ഈ ലോകത്തിന്റെ പ്രശംസ അതെല്ലാം ദൈവസന്നിധിയിലെ വളരെ വളരെ മൗഢ്യമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് പ്രശംസിക്കാനുള്ളത് കർത്താവില്. അതുപോലെ നമ്മുടെ ബലഹീനതയിൽ നമുക്ക് പ്രശംസിക്കാം. ലൗലി, സമയം പോയിന്ന് തോന്നുന്നു അല്ലേ? എങ്ങനെയാ സമയത്തിന്റെ അടുത്തത് കൂടെ ഒന്ന് പറയണമെന്നുണ്ട്. പ്രതികരണം, നമ്മുടെ പ്രതികരണം മറ്റുള്ളവരെ നമ്മൾ പ്രകോപിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് പ്രതികരണം? ഞാൻ ഇല്ലാത്തത്, ഞാൻ ചെയ്യാത്തത്, ഞാൻ പറയാത്തത് മറ്റുള്ളവർ പറയുമ്പോൾ, അല്ലെങ്കിൽ എന്നെ കുറിച്ച് ദോഷം പറയുമ്പോൾ ഞാൻ എങ്ങനെ പ്രതികരിക്കണം? ലോകമക്കൾ പ്രതികരിക്കുന്നത് പോലെ ചുട്ട മറുപടി കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾ പലപ്പോഴും പറയും ചുട്ട മറുപടി കൊടുത്തു, അതിന് ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞ് വിശ്വസിച്ചു, അങ്ങനെ നമ്മൾ ആശ്വസിക്കും. പക്ഷെ യഥാർത്ഥമായിട്ട് നമ്മൾ അവിടെ തോൽക്കുക, നമ്മൾ ജയിക്കുകയല്ല ചെയ്തത്. നമ്മൾ ആ വിഷയം, എന്നെ ഒരാൾ വേദനിപ്പിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കർത്താവിൽ ഏൽപ്പിക്കുക. കർത്താവ് ചുട്ട മറുപടി കൊടുക്കുമ്പോൾ അത് എത്ര വലുതായിട്ടാ കൊടുക്കുക, നമ്മളത് പൂർണ്ണമായിട്ടും കർത്താവിന് വിട്ടുകൊടുക്കണം. ജോൺ കുര്യൻ ബ്രദറിനെ കുറിച്ച് ബെറ്റിമാമ ഒരു പ്രാവശ്യം ക്ലാസ് എടുത്തപ്പോ പറഞ്ഞതാ. ബ്രദറിനെ കുറിച്ച് എന്തൊക്കെയോ ആവശ്യമില്ലാത്തതൊക്കെ മാസികയിൽ എന്തൊക്കെയോ വന്നപ്പോ ബെറ്റിമാമ പറഞ്ഞു, നമ്മൾ എന്തെങ്കിലും ഒരു ന്യായമായിട്ടുള്ള കാര്യം പറഞ്ഞു കൊടുക്കണ്ടേ എന്ന് പറഞ്ഞപ്പോ ബ്രദർ പറഞ്ഞത്, ഇല്ല, ഞാൻ പറയേണ്ടിടത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്കത് ദൈവത്തിന്റെ സമയത്തിന് നമ്മള് യഹോവയ്ക്കായിട്ട് കാത്തിരിക്കുക. മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്നറിയാം. ഞാൻ പറയട്ടെ, നമ്മൾ പറയാത്ത സ്ഥാനത്ത് നമുക്ക് വേണ്ടി ദൈവം മറ്റുള്ളവരെ ഉയർത്തും. അവരെ കൊണ്ട് മറുപടി പറയും. എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. അതുപോലെ മറ്റുള്ളവരെ കുറിച്ച് മോശമായത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കണം? നമ്മളത് കൂടുതൽ ആസ്വദിച്ച് കേൾക്കുകയാണോ? അതിനേക്കാളും കൂടുതൽ ഉത്സാഹത്തിൽ കേട്ട് അതിനേക്കാളും ഇരട്ടിയായിട്ട് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനാണ് ഉത്സാഹം കാണിക്കുന്നത്. എന്റെ ഗ്രാൻഡ് ഫാദർ ചെയ്ത ഒരു വിഷയം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം വല്യപ്പച്ചന്റെ അടുത്ത് ഒരു വ്യക്തി വന്ന് വേറൊരു സഹോദരനെ കുറിച്ച് മോശമായിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടി വന്നു. അപ്പോ ആദ്യത്തെ 2 സെന്റൻസ് കേട്ടപ്പോൾ മനസ്സിലായി, ഇത് ശരിയായിട്ടുള്ള കാര്യമല്ല പറയണേ, മോശമായിട്ടുള്ള ഒരു കാര്യം പറയണേ. ഉടനെ എന്റെ വല്യപ്പച്ചൻ പറഞ്ഞു, ശരി, നമുക്ക് ആ വ്യക്തിനെ ഓർത്ത് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ ഉടനെ അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയും. പിന്നീട് ഒരിക്കലും ആ സഹോദരൻ ഒരാളുടെ കുറ്റം പറയാൻ എന്റെ വല്യപ്പച്ചന്റെ അടുത്ത് വന്നിട്ടില്ല. മാത്രമല്ല, എനിക്കും അത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മൾ ഒരാളുടെ കുറ്റം കേൾക്കാനായിട്ട് ഇടവരരുത്. ഒരു സെന്റൻസ് കേട്ട് കഴിഞ്ഞ ഉടനെ നമുക്ക് പറയാം, ആ വ്യക്തിയെ കുറിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രതികരണം അങ്ങനെയായിരിക്കട്ടെ. അതുപോലെ കഷ്ടങ്ങളോടുള്ള പ്രതികരണം. നമുക്കറിയാം, കഷ്ടങ്ങൾ വരുമ്പോൾ സാധാരണ ജനം അവര് വളരെ വിഷമിക്കും, പിറുപിറുക്കും, അയ്യോ ഇതെന്റെ വിധിയാണ്, ഇതൊരു ഗ്രഹപ്പിഴയാണ്, അതൊക്കെ സാധാരണ പറഞ്ഞ വേർഡുകളാണ്. എന്നാൽ നമുക്ക് ദൈവമക്കൾക്ക് അത് പൗലോസ് കഷ്ടതയിൽ പ്രശംസിക്കുകയായിരുന്നു. അതുപോലെ പറയുന്നതാണ്, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നത്. അത് നമുക്ക് ബ്ലൈൻഡായിട്ട് വിശ്വസിച്ച് കഷ്ടതയെ, നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ എല്ലാം സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു.
അങ്ങനെ നമുക്ക് ആ കഷ്ടതകളൊക്കെ നേരിടാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അടുത്ത ഒരു ഭാഗം കൂടെ പറയാൻ ആഗ്രഹിക്കും, നമ്മുടെ അലങ്കാരം. എപ്പോഴും നമുക്കറിയാം, പഴയ നമ്മൾ പൊതുവെ നമ്മളെ അലങ്കരിക്കാൻ ഇപ്പൊ പഴയതിനേക്കാൾ അതിന് കുറച്ചുകൂടെ എല്ലാവർക്കും ഇപ്പോഴത്തെ തലമുറയ്ക്കായാലും അലങ്കാരം ഒത്തിരി കൂടുതലാണ്. മറ്റത് ഞാൻ ഓർക്കുക, ബ്യൂട്ടി പാർലർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു കല്യാണത്തിനോ അല്ലെങ്കിൽ അങ്ങനത്തെ വല്ല വിശേഷം, ഇതൊരു സാധാരണയായിട്ട് തീർന്നു. ബ്യൂട്ടി പാർലർ മക്കളെ പോകുന്നു, അത് ഞാൻ ആരും വിധിക്കാനല്ല കേട്ടോ, ഞാൻ എന്നെ തന്നെ ഉൾപ്പെടുത്തി പറയാം. പക്ഷേ അതിനേക്കാളൊക്കെയുള്ള അലങ്കാരമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾ എത്ര ബ്യൂട്ടി പാർലറിൽ പോയിട്ടുള്ള ആ സുന്ദരിയായിട്ട് വന്ന് 2 വാക്ക് മോശമായിട്ട് പറയുമ്പോൾ ഈ സൗന്ദര്യം എല്ലാം പോവുക. അതിനേക്കാൾ ഉപരി ദൈവകൃപയില് നമുക്കറിയാം, 1 തിമോഥെയോസ് 2:9-10 എല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങൾ തന്നെയാ, എന്നാലും ഇതിനോടനുബന്ധിച്ച് ഒന്നുകൂടെ അത് വായിക്കാൻ ആഗ്രഹിക്കുന്നു. 1 തിമോഥെയോസ് 2:9-10. അവണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ തന്നെ അലങ്കരിക്കണം. നമ്മളെപ്പോഴും നമ്മുടെ അലങ്കാരം, അതുപോലെ വേറെ സ്ഥലത്ത് പറയുന്നത് കൊലോസ്യർ 3:12. കൊലോസ്യർ 3:12. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട്. അപ്പൊ നമ്മളുടെ സൗന്ദര്യം, നമ്മുടെ അലങ്കാരം ഈ സൗമ്യത, സ്നേഹം, താഴ്മ, വിനയം ഇതൊക്കെ ആയിരിക്കട്ടെ. മറ്റുള്ള അലങ്കാരങ്ങളല്ല, അത് ലോകമക്കളുടെ അലങ്കാരങ്ങളാണ്. അതുപോലെ തന്നെ ഭവനം, നമ്മൾ ചിലപ്പോൾ വസ്ത്രത്തെക്കാൾ അധികമായിട്ട് ഭവനം പണിയുന്നതിൽ, ഭവനം അലങ്കരിക്കുന്നതിൽ ഇത് ഒരുപാട് ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ഭവനം വൃത്തിയാക്കിയിട്ടുണ്ട് ഒരു വിശ്വാസിയുടെ വളരെ നീതിയായിട്ടുള്ള കാര്യം. പക്ഷേ നമ്മുടെ ഭവനങ്ങള് അതിന് തന്നെ ഒത്തിരി പൈസ ചെലവാക്കി ഒരുപാട് അലങ്കാര വസ്തുക്കൾ, ഒരുപാട് വിലപിടിപ്പ് കൂടിയത്, ഇതെല്ലാം നമ്മളുടെ പൗരത്വം സ്വർഗത്തിലാണ് എന്ന് പറയുകയും അവകാശപ്പെടുകയും ചെയ്യുന്ന ദൈവജനമാണ് നമ്മൾ. അത് ഇവിടെ ചിലപ്പോൾ നമ്മുടെ ഭവനങ്ങൾ ഒരു ഷോക്കേസ് പോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോന്ന് എനിക്കറിയില്ല. എന്നാൽ നമുക്കറിയാം, നമ്മുടെ പഴയ പിതാക്കന്മാര് അവർ ഒറ്റമുറി വീട്ടിലാണെങ്കിലും 2 മുറി വീട്ടിലായാലും അവരുടെ ഭവനങ്ങളിലെ ആർക്കും കടന്നു വരുവാന്, സഹകരിക്കുവാന്, അങ്ങനെയാണ് നമ്മുടെ ഭവനങ്ങളെ അലങ്കരിക്കേണ്ടത്. ആർക്കും കടന്നു വരുവാൻ തോന്നുന്ന ഭവനങ്ങളായിരിക്കണം. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ ഒരു ആന്റിയുടെ വീട്ടിൽ, മകന്റെ വീട്ടിൽ ഞങ്ങൾ പോയപ്പോൾ റിമോട്ടിലാണ് ആ ഗേറ്റ് തുറക്കുന്നത്. നമ്മൾ അവിടെ ചെന്ന ഫുൾ AC. അപ്പം നമുക്കതൊരു ഭവനമായിട്ടല്ല ഫീൽ ചെയ്യുന്നത്, നമ്മളൊരു ഷോക്കേസിന്റെ ഉള്ളില് ഇരിക്കുന്ന ഒരു ഫീലിംഗ്. അപ്പോ അതല്ല നമ്മുടെ ഭവനങ്ങളെ അലങ്കരിക്കേണ്ടത് വളരെ വാംതായിട്ട്, ആർക്കും, അത് പണക്കാരെന്നോ പാവപ്പെട്ടവരല്ല, ആർക്കും വിഷമങ്ങളുമായിട്ട് കടന്നു വരാവുന്ന ഒരു ഭവനമായിട്ട് നമ്മുടെ ഭവനങ്ങൾ തീരട്ടെ. ഞാൻ അങ്ങനെ പല വിഷയങ്ങൾ എൻ്റെ ഉള്ളിൽ കൂടെ പോയി, നമുക്ക് ഓരോരുത്തർക്കും ഇതുപോലെ ചിന്തിക്കാം, നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ വേർപെട്ടിരിക്കണം, നമ്മുടെ പുറമേയുള്ള 2-3 കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് കടന്നുപോയത്. ഇനി വിഷയങ്ങൾ വരുന്ന സമയത്തിന്റെ കുറവ് മൂലം ഞാൻ നിർത്തുന്നു. ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.